ഗൈസ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വ്ളോഗ് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. കയ്യിൽ മുറി ആയതുകൊണ്ട് തന്നെ രാവിലെ കാര്യമായിട്ട് വീട്ടിൽ ചെയ്ത പണികളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ രാത്രി എൻ്റെ കൈ പണി മുടക്കിയത് കൊണ്ട് നമ്മൾ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഞാനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് പോകണം, അതുപോലെ ഇന്ന് നമുക്ക് ക്ലാസ് കൊടുക്കാനുണ്ട്, ട്രെയിനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പരിപാടികൾ ഇന്ന് നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ ചേർത്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് പഞ്ചായത്ത് പോകണമായിരുന്നു, വാർഡ് പോകണമായിരുന്നു, അതേപോലെ നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, മഴ കൊണ്ട് തിരിഞ്ഞായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിട്ട് നമ്മളൊന്നും തന്നെ ഇന്നലെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ വ്ളോഗിൽ എനിക്ക് അടുത്ത് കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. 3 വിരലുകൊണ്ട് അതിസാഹസികമായിട്ടാണ് കേട്ടോ ഐഷ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നഖമൊന്ന് വെട്ടിയതായിരുന്നു, കയ്യിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് പോയി. അത് പിന്നീട് ആകെ പഴുത്ത് മൊത്തത്തിൽ അലമ്പായി. അതിനെ നമ്മൾ പൊട്ടിച്ച് അതിൽ നിന്ന് കുറേ ബ്ലഡൊക്കെ പോയി. അങ്ങനെ കൈ വല്ലാത്തൊരവസ്ഥയിലായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലിയും പഴംപൊരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടാ ഇന്ന് കിട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട്, നല്ല മാറ്റമില്ല കേട്ടോ. ഐഷ മേഡത്തിന് എല്ലാവിധ സഹായം ഇങ്ങനെ ഈ സോജേട്ടൻ എല്ലാവർക്കും സഹായം അഭ്യർത്ഥിക്കാൻ പോയിട്ട് എല്ലാവരും സഹായം. നിങ്ങളെല്ലാവരും എന്ത് ക്ലിക്ക് ചെയ്യുക, എന്തടി ഏതെടുത്തത്? അപ്പൊ അത് യൂട്യൂബിലിടാനുള്ളതല്ലേ, എനക്ക് എടുക്കാൻ വേണ്ടിട്ടായിരുന്നോ? ഷെയർ ചെയ്യുക, എന്നിട്ട് കേരളം മൊത്തം കത്തിക്ക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണമെങ്കിൽ 2 പൊട്ടിക്കല് കൊടുത്തോ. എവിടെ? ബെൽ ബട്ടൺ. ബെൽ ബട്ടൺ. അത് കഴിച്ചിട്ട് അപ്പൊ ഇവിടെ ഭയങ്കരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമസഭയ്ക്ക് വന്നതാണ്. ആ ഗ്രാമസഭയില് ഇന്ന് പൊരിഞ്ഞ ഇംഗ്ലീഷ് വർത്താനായിരിക്കും. അതിന് സ്റ്റാർട്ടിങ് ചെയ്യുക നമ്മുടെ യൂട്യൂബർ ഐഷ മേഡം. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്നത് സോജേട്ടനായിരിക്കും. ഇംഗ്ലീഷ് പറഞ്ഞാൽ തിരിച്ച് ഞാൻ സായിപ്പിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും. സായിപ്പിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കേരളത്തുകാർക്ക് മനസ്സിലാകാത്ത ഇംഗ്ലീഷാണ് സായിപ്പിന്റെ ഇംഗ്ലീഷ്. ആക്ഷൻ ഇങ്ങോട്ട് വരെ. ഇനി നേരത്തെ വിളിച്ചോലെ ഐശ്വ വിളിക്ക്. ഞാൻ നേരത്തെ അയ്യോ. ഇതാണ് തുഷാര, നമ്മുടെ എത്ര വാർഡ് മെമ്പർ? 12ാം വാർഡ് മെമ്പർ. അവള് ഉച്ചക്ക് 2 മണിക്ക് മീറ്റിംഗ് പറഞ്ഞപ്പോ ഇപ്പൊ 1:15 എത്തിയിട്ടുണ്ട്. പങ്ക്ച്വലാണ് നമ്മള്, പങ്ക്ച്വൽ. ഇതാണ് നമ്മുടെ ആശയം. അല്ല, ഓനില്ലേ ഐപാഡില് ചിത്രം വരയ്ക്കാൻ പഠിച്ചോണ്ടിരിക്കും. പഞ്ചായത്തിലെ മീറ്റിങ്ങുകളും നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കുകയും ആളുകളുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ ഞങ്ങളിത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ തീർക്കാറുള്ളത്. കുറച്ച് സമയം നമ്മൾ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് സ്പേസിലൊക്കെ നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ഓഫീസിലൊക്കെ കിട്ടില്ല ഒരു ഫ്രീ ടൈം, ആ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, അതേപോലെയാണ് ഞങ്ങൾ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പാടെ ഇരുന്ന് ഫ്രീ ആയിട്ട് കുറച്ച് നേരം വർത്താനം പറയും. എവിടെ ചുമ്മാ ചേച്ചി. സോജേട്ടന്റെ വിചാരം എന്താ അറിയോ, എനിക്ക് യൂട്യൂബ് എല്ലാ മാസവും മിനിമം ഒരു 4 ലക്ഷം രൂപ കയ്യിൽ വെച്ചു. അല്ല, സോജേട്ടൻ ഒന്ന് മുണ്ടിയ അപ്പയ്ക്ക് 10 രൂപ കിട്ടും. അങ്ങനെ എനിക്ക് ഡെയിലി വന്നിട്ട് സോജേട്ടനോട് 4 പ്രാവശ്യം മുണ്ടിച്ചാൽ മതിയല്ലോ. അപ്പയ്ക്ക് യൂട്യൂബ് ഇങ്ങനെ പൈസ ഇങ്ങനെ കോരി തരുമല്ലോ. വൈകുന്നേരം നമ്മള് ഫസ്റ്റ് ഇടും ഈ വീഡിയോ. അങ്ങനെയല്ല, ഞാൻ പറയും ഇങ്ങനെ ഗൈസ്, മഴക്കെടുതിയിൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടിരിക്കുകയാണ്. വേണ്ടുന്ന സഹായങ്ങൾ ഉണ്ടാകണമെന്ന് ഐഷ മേഡത്തിന്റെ വക അഭ്യർത്ഥിച്ചോളും. ഓരോ ദിവസവും ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു സമാധാനമാണ് കേട്ടോ ഞങ്ങളുടെ ഈ തമാശ പറച്ചില്. ഇന്ന് രാവിലെ തന്നെ പെரிய മഴയാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരത്തെ മഴയും, അതേപോലെ എനിക്ക് ക്ലാസ് എടുക്കാനും ഉണ്ടായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, കുറേ പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വാർഡിൽ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യമായിട്ട് പോകുന്നിടത്തൊക്കെ ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അക്കാഡമിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ക്ലാസ് എടുക്കുക, ഞാൻ ഇതേപോലെ അക്കാഡമീസിന് വേണ്ടിയിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് പോയിട്ട് ക്ലാസ് എടുത്ത് തീർക്കാറുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. മാഷാഅല്ലാഹ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. ഇത്രയും യുദ്ധം വെട്ടിയത് ഓടിപ്പാഞ്ഞത് ഒന്നും തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം സ്റ്റുഡൻസ് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ഞാൻ ട്രെയിനിങ് ചെയ്യാറുണ്ടടാ. നമ്മുടെ സ്വന്തം അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്.
പിന്നെ ഇതേപോലെ ഗസ്റ്റ് ലെക്ചറായിട്ട് ക്ലാസ് പട്ടിപ്പണി അത്ര തന്നെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞാൽ പോരെ. പിന്നെ നിങ്ങളുടെ പോലെ കുറെ സ്റ്റുഡൻസ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് സ്ട്രോക്സ് ഒക്കെ തരുന്നോണ്ട് ഇങ്ങനെ ആഴ്ച അങ്ങനെ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും സൂപ്പർ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ത്വര കൂടും. അതുകൊണ്ട് വീണ്ടും ക്ലാസ് എടുക്കും, അത്രേ ഉള്ളൂ. പട്ടിപ്പണിന്ന് ആക്ച്വലി സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിലും പുറത്തും. വീട്ടിലാവുമ്പോൾ കുറച്ച് അലമ്പ് വർത്താനം കൂടെ കൂടുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂട്യൂബിലാണെങ്കിലും വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും ഈവൺ ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിലും വാർഡിലാണെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പ്രസന്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മനസ്സിൽ തട്ടി നമ്മൾ പറയാന്നുള്ളത്. അപ്പം ഞാൻ അതിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ശൈലിയോ എൻ്റെ രീതികളോ ഒന്നും ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇവിടെ മോട്ടീവ് എന്താ വെച്ചാൽ ഞാൻ പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഞാൻ വലിയ കൊമ്പത്തെ ട്രെയിനറാണ്, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളതേ അല്ല. നിങ്ങളൊക്കെ വീട്ടമ്മമാരാണ്, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനാണ്. അപ്പം നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ പൈസ കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്താണെന്ന് അറിയാനല്ലല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം നിങ്ങൾക്ക് കിട്ടാനല്ലേ. അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ, അതിന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചാൽ പോരെ. പിന്നെ എനർജി അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ബാസ് അതൊക്കെ എൻ്റെ വാപ്പൻ്റെ കയ്യിൽ കിട്ടിയതാ. മൂപ്പര് ഭയങ്കര വലിയ പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളിനെ മറന്നു പോകാൻ പാടില്ലല്ലോ മരിച്ചു പോയാലും. അപ്പൊ ഇങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ എനിക്ക് വന്നിട്ട് പോയതാ. മാഷാഅല്ലാഹ്. അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ പ്രസന്റ് ചെയ്താൽ മതിയടാ. കാരണം നമ്മുടെ സെൽഫ് നമ്മൾ വിട്ടുപോകാതെ നമ്മൾ വേറൊരാളെ കോപ്പി ചെയ്യാൻ എപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നോ അപ്പം തൊട്ട് എന്താ പറയാ നമ്മൾ ഫെയിലായി തുടങ്ങും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാണ്, നമ്മൾ നമ്മുടെ സെൽഫ് ബെറ്റർ ആക്കാൻ നോക്കുക. ഇപ്പം നമ്മളൊരു തവണ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു, നമ്മൾ കുറേ ഇങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയാൻ വന്നത് ആ സാധനത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ നമ്മൾ ക്ലാസ്സിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയി, ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം അത് ക്ലിയർ ചെയ്യാൻ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരാൾ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ ഞാൻ എങ്ങനെയാണ് അത് ക്യാരി ഫോർവേഡ് ചെയ്തത് അത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ സെൽഫിൽ നിങ്ങൾക്ക് അതിനെ മാറ്റം വരുത്താം. അല്ലാണ്ട് നമ്മൾ വേറൊരാളെ നമ്മൾ എപ്പോഴൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും കോപ്പി ചെയ്യാൻ നോക്കിയാലും എന്ത് നമ്മൾ പറയാറില്ലേ, നമ്മളെ ഇപ്പോൾ കുറുക്കനെ പിടിച്ചിട്ട് നീല പെയിന്റ് അടിച്ച് കൊണ്ടുവന്നാലും മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ കുറുക്കനെ തന്നെ ആവൂലേ. അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ആറ്റിറ്റ്യൂഡും യുണീക്കാണ്. ആൻഡ് യു നോ വാട്ട്, നമ്മളൊക്കെ ശരിക്കും അടിപൊളിയാടാ. പടച്ച് നമ്മൾ അത്ര അടിപൊളിയായിട്ട് സൃഷ്ടിച്ചിട്ട് നമ്മൾ എന്തിനാ എല്ലാവരെയും കോപ്പി ചെയ്യാൻ പോണേ? നമുക്ക് നമ്മുടെ സെൽഫായിട്ട് ഡെവലപ്പ് ആയിക്കൂടെ? നമ്മുടെ സെൽഫായിട്ട് ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ ഒരെണ്ണേ ഉള്ളൂ. നമ്മൾ വേറൊരാളെ കോപ്പി ചെയ്യുകയാണെങ്കിൽ അയാളെ കോപ്പി ചെയ്യാൻ വേറെ 100 ആൾക്കാരുണ്ടാവും. നമ്മളെപ്പോഴും നമ്മളെ ഒറ്റ ആളായിട്ട് നിൽക്കാനായിട്ട് നോക്കിയാൽ മതി. ഇപ്പം ഐഷ പ്രസന്റ് ചെയ്യുന്ന പോലെ പ്രസന്റ് ചെയ്യുന്ന ഐഷ ഒരെണ്ണേ ഉള്ളൂ. നിങ്ങൾ ഈ 10 ആൾക്കാർ കൂടി ഐഷാനെ പോലെ കോപ്പി ചെയ്യാൻ നോക്കിയാൽ എൻ്റെ പകുതി ജസ്റ്റേഴ്സ് പകുതി ആൾക്കാർ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഐഷയാവോ? ആവൂല. പക്ഷെ അതേ സാധനം ഞാൻ എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തുകയാണെങ്കിലോ, ജംഷീനാന്റെ തന്നെ ഒരു അടിപൊളി വേർഷൻ കിട്ടും, സെഫിനായുടെ തന്നെ വേറൊരു അടിപൊളി വേർഷൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഐഷാനെ മാത്രമല്ല എടുക്കേണ്ടത്, വേറെ കുറേ ആൾക്കാരുടെ പോസിറ്റീവ്സ് എടുക്കാനുണ്ടാവും, വേറെ കുറേ ട്രെയിനേഴ്സിന്റെ പോസിറ്റീവ്സ് എടുക്കാനുണ്ടാവും. അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ വളർന്ന് നിങ്ങളുടെ തന്നെ ദ പ്യുവറസ്റ്റ് ഫോം, ദ അൾട്ടിമേറ്റ് ഫോമിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. അങ്ങനെയാണ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ട്രെയിനറെ കണ്ടാൽ ഞാൻ അയാളെ നോക്കി പഠിക്കും. താങ്ക് യു. ഓവറോൾ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാനൊരു ഭാഗം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.